Hi students, today we are going to discuss about Hall effect transducer, its definition, working principle and its application. Okay, we know that what is a transducer, right? Transducer is a device that converts one form of energy into another form. Let us check out its definition called Hall effect transducer. The Hall effect element is a type of transducer used for measuring the magnetic field. Okay, measuring the magnetic field by converting it into an EMF. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോമിലുള്ള എനർജീനെ വേറെ ഫോമിലേക്ക് മാറ്റുന്നതാണ് ആര്? ട്രാൻസ്ഡ്യൂസർ. ഇറ്റ് ഈസ് എ ഡിവൈസ്. സോ ഈ ഒരു ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്? ഏത് എനർജീനെ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എനർജി അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാണ്? ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് നമ്മുടെ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ. ദ ഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദസ് അതുകൊണ്ടാണ് നമ്മൾ ദി ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നത്. The transducer converts the magnetic field into an electric quantity which is easily measured by the analog and digital meters. Okay? അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസ്ഡ്യൂസർ, നമ്മുടെ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് into an electric quantity which is easily measured by the analog and digital meters. അനലോഗ് മീറ്റേഴ്സിനകത്ത് മെഷർ ചെയ്തെടുക്കാം, നമുക്ക് ഡിജിറ്റൽ ആയിട്ട് മെഷർ ചെയ്തെടുക്കാം. അനലോഗ് ആയിട്ട് മെഷർ ചെയ്യാം, ഡിജിറ്റൽ ആയിട്ട് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസറിന്റെ ഡെഫിനേഷൻ എന്താ വരുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രിക് ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ. അത് എങ്ങനെയാണ്, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ഈസ് ദാറ്റ് ഇഫ് ദ കറന്റ് ക്യാരിങ് സ്ട്രിപ്പ് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ക്യാരിങ് കണ്ടക്ടറിൽ എന്ന് പറയുമ്പോൾ അതിലൂടെ കറണ്ട് എന്ത് ചെയ്യും? പാസ് ചെയ്യും അല്ലേ? കറണ്ട് നന്നായിട്ട് മൂവ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് മൂവ്മെന്റ് നന്നായിട്ടുണ്ടാകുന്ന ഒരു മെറ്റീരിയൽ ലൈക്ക് അങ്ങനെയുള്ള മെറ്റീരിയലിനാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ കണ്ടക്ടറിലൂടെ കറണ്ട് ക്യാരി ചെയ്യുന്നൊരു കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യും. പിന്നെ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ക്രോസ് ആയിട്ടാണ് എന്താക്കുക ഈ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്യുക പെർപെൻഡിക്കുലർ ആയിട്ട്, വെർട്ടിക്കുലർ ആയിട്ടാണ് വെക്കുക. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുക വെർട്ടിക്കുലർ ടൈപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വേർഡ് ഞാൻ ഉപയോഗിക്കാൻ കാരണം. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ സാധാരണ മാഗ്നറ്റിക് ഫീൽഡിന്റെ മേഖല മാത്രമായിട്ട് പഠിക്കുന്ന സമയത്ത് TM എന്നതുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് transverse to the direction of propagation while the electric field is normal to the direction of propagation. Okay, electric field normal to the direction of propagation ആണെങ്കിൽ അതിന്റെ ട്രാൻസ്വേഴ്സിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് ക്രോസ് വേസ്, അതാണ് മീനിങ്. അപ്പോൾ നമ്മുടെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് ട്രാൻസ്വേഴ്സ് ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? നമ്മുടെ ആ കണ്ടക്ടറിന്റെ എഡ്ജസിൽ ഒരു EMF ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഡെവലപ്സ് ഓൺ ദ എഡ്ജ് ഓഫ് ദി കണ്ടക്ടർ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡെവലപ്പ് വോൾട്ടേജ്, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഡെവലപ്പ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് ഫ്ലക്സ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്ലക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ സർഫസ്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസസിന് ഡിസ്ചാർജ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഊർജ്ജ പ്രഭാവം എന്നൊക്കെ പറയാം. അതാണ് ശരിക്കും ഫ്ലക്സ്. അപ്പം ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയലിന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ഒരു കാന്തിക മേഖല, അതിനാണ് എന്താ പറയുന്നത്? ഫ്ലക്സ്. അപ്പോൾ ആ ഫ്ലക്സിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡെൻസിറ്റി എന്ന് പറയണമെങ്കിൽ
ഫ്ലെക്സ് പെർ യൂണിറ്റ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന ഫ്ലെക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെൻസിറ്റി ഓഫ് ഫ്ലെക്സ് എന്ന് പറയാം. ഡെൻസിറ്റി ഓഫ് ഫ്ലെക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ the Hall effect element is mainly used for magnetic measurement and for sensing the current. അപ്പോൾ നമ്മൾ ഈ ഒരു Hall effect element മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക്കിൻ്റെ ഫീൽഡ് മെഷർ ചെയ്യാനും പിന്നെ കറണ്ട് ഉണ്ടോ എന്ന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ Hall effect element യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ യൂസ് ചെയ്യാറുണ്ട്. കണ്ടക്ടറോ അല്ലെങ്കിൽ സെമി കണ്ടക്ടറോ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ട്രാവേഴ്സ് ആയിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ ദെൻ ആ ഒരു കണ്ടക്ടറിൻ്റെ എഡ്ജസിൽ ഒരു EMF എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ദ ഡെൻസിറ്റി ഓഫ് ഫ്ലെക്സ്. ആ ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റിലും അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണോ അവിടെ ഫ്ലെക്സ് രൂപപ്പെട്ടിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടർ, അപ്പോൾ ആ ഒരു കണ്ടക്ടറിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, Hall effect എന്ന് പറയുന്നത്. Is it clear? The Hall effect element is mainly used for magnetic measurement. Magnetic measurementന് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കറണ്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പിക്ചറൽ റെപ്രസെൻറ്റേഷനും കൂടെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇൻ ദിസ് പിക്ചർ you can see that here is a Hall strip. Hall strip means this is the conducting material. Okay. ആ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ, കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിലൂടെയാണ്. കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ. ഇതിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. 1-2 ജംഗ്ഷൻ 1-2 നിങ്ങൾക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് 1-2 എന്ന് കാണാം. ഓക്കെ. 1 എന്ന് കാണാം, ദെൻ യു ഹിയർ ഈസ് 2. ഓക്കെ. അപ്പോൾ ഈ 1ഉം 2 അതിലൂടെയാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നത്. പിന്നെ ഈ ട്രാവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ഏരോ മാർക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തിട്ടുണ്ട്, റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നത്. സോ ഈ 3 and 4 എൻഡ്സിൽ ഒരു വോൾട്ടേജ് മീൻസ് ഈ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ എഡ്ജിൽ ഒരു വോൾട്ടേജ് അനുഭവപ്പെടുന്നു. ആ വോൾട്ടേജ് നമ്മൾ ഈ 3-ന്നും 4-ന്നും എഴുതിയിട്ടുള്ള ആ എൻഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്തിട്ട് എടുക്കും. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം T എന്ന് പറയുന്നത് ദ തിക്നെസ് ഓഫ് ദി കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ദ മെറ്റൽ ആൻഡ് ദ സെമി കണ്ടക്ടർ ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് Hall effect. അപ്പോൾ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടർ ആണ് അല്ലേ. പിന്നെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം. അതിൽ സെമി കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ കണ്ടക്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറവായിരിക്കും അല്ലേ. ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് Hall effect which depends on the densities and mobility of the electrons. ഇലക്ട്രോൺസ് എത്രത്തോളം ഉണ്ട്, കാരണം ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് കണ്ടക്ടിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് എത്രത്തോളം ഉണ്ട് എന്ന അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ മെറ്റലിൻ്റെയും ദാറ്റ് ഈസ് കണ്ടക്ടറിൻ്റെയും സെമി കണ്ടക്ടറിൻ്റെയും Hall effect നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൺസിഡർ ദ Hall effect element shown in the figure below. നിങ്ങൾക്ക് ഇവിടെ കാണാം Hall effect എലമെന്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദ കറണ്ട് സപ്ലൈ ത്രൂ ദ ലെഡ് 1 and 2. ഈ 1 and 2ലൂടെയാണ് കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കണ്ടക്ടിങ് മെറ്റീരിയലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ സ്ട്രിപ്പ് 3 and 4. നമുക്കിവിടെ 3 എന്നും കാണാം 4 എന്നും കാണാം. അപ്പോൾ ഈ 3 and 4 കൂടിയാണ് നമ്മൾ EMF എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ദ ലെഡ് 3 and 4 at the same potential. 3ഉം 4ഉം സെയിം പൊട്ടൻഷ്യലാണ് when no field is applied across the strip. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും, 3 and 4 സെയിം പൊട്ടൻഷ്യലിൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ വരുന്നത് ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ. When the magnetic field is applied to the strip, the output voltage developed across the output is 3 and 4. Okay. അപ്പോൾ നമ്മൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് ഈ 3ലൂടെയും 4ലൂടെയും. ദിസ് ഇസ് EH എന്ന് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് കാണാം ഇവിടെ EH. അതിൽ നിന്നാണ് Hall effect വോൾട്ടേജ്, അവിടെ ഉണ്ടാകുന്ന Hall effect വോൾട്ടേജ് ആണ്.
Okay, ആ ഹോൾ എഫക്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് EH. EH is the output voltage is EH. EH equal to KH into I into B whole divided by T. Here KH എന്ന് പറയുന്നത് ഹോൾ എഫക്റ്റ് കോഎഫിഷ്യൻ്റ് ആണ്. ഈ ഹോൾ എഫക്റ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽസ് വി യൂസ്ഡ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ്, ചിലപ്പോൾ മെറ്റൽസ് യൂസ് ചെയ്യാം, ചിലപ്പം സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഹോൾ എഫക്റ്റ് കോഎഫിഷ്യൻറ്റ്. ദെൻ I is the current in ampere ആണ്. B എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെക്സ് ഡെൻസിറ്റി ആണ്. T is the thickness of the strip ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഹോൾ എഫക്റ്റ് വോൾട്ടേജ്. ഓക്കെ, EH എന്ന് പറയുന്നത് ഹോൾ എഫക്റ്റ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഹോൾ എഫക്റ്റ് വോൾട്ടേജ് ഈക്വൽ ടു KH ഇൻറ്റു I ഇൻറ്റു B ഹോൾ ഡിവൈഡഡ് ബൈ T. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ ചെയ്തിരിക്കണം. The current and magnetic field strength both can be measured with the help of the output voltage. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് EH. ആ EHലൂടെ നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റും? EHലൂടെ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാം ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, കറണ്ട് മെഷർ ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബോത്ത് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജസ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് EHലൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അത് ആ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമുക്കിപ്പോൾ ഇവിടെ KHും കിട്ടി, Bയും ലഭിച്ചു, EHും ലഭിച്ചിട്ടുണ്ട്. EH എന്ന് പറയുന്നത് എന്താണ്? അവിടെ ലഭിച്ചു. അപ്പോൾ അതിനകത്ത് നമുക്ക് I കണ്ടുപിടിക്കാം, B കണ്ടുപിടിക്കാം, Iയും Bയും കണ്ടുപിടിക്കാം. B എന്ന് പറയുന്നത് ഫ്ലെക്സ് ഡെൻസിറ്റി ആണ്, I എന്ന് പറയുന്നത് എന്താണ്? കറണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. EH നമുക്ക് ലഭിച്ചാൽ അല്ലേ? അപ്പോൾ ദ കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബോത്ത് ക്യാൻ ബി മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജസ്. The Hall effect EMF is very small in conductors because of which it is difficult to measure. അപ്പോൾ EMF നമ്മളിപ്പം കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന EMF വളരെ കുറവ് EMF ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ബട്ട് സെമി കണ്ടക്ടേഴ്സ് ലൈക്ക് ജെർമേനിയം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാർജ് EMF ആണ്. ആ EMF നമുക്ക് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാം, മെഷർ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ഏതൊക്കെ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്? ഇപ്പൊ മാഗ്നറ്റിക് എനർജീന ഇലക്ട്രിക് എനർജി ആക്കുന്ന ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ മെഷർമെന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് മെഷർമെന്റ് ഓഫ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ മെഷർമെന്റ് ഓഫ് പവർ. അപ്പോൾ ഈ ഒരു ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ദ ഫസ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് ടു ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് മാഗ്നറ്റിക്കിൻ്റെ ഇലക്ട്രിക്. അപ്പോൾ ദ ഹോൾ എഫക്റ്റ് എലമെന്റ് ഈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ഇൻ ടു എൻ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലെക്സിനെ ഇലക്ട്രിക്കലാക്കി മാറ്റുന്നുണ്ട്. The magnetic fields are measured by placing the semiconductor material in the measured magnetic field. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്, ജെർമേനിയം പോലത്തെ. ദ വോൾട്ടേജ് ഡെവലപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെമി കണ്ടക്ടർ സ്ട്രിപ്സ്. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ സെമി കണ്ടക്ടർ സ്ട്രിപ്സിന്റെ എൻഡിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ്, and this voltage is directly proportional to the magnetic field density. Okay, അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന നമുക്ക് അവിടെ മെഷർ ചെയ്തിട്ട് കിട്ടുന്ന വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഈസ് ഹൈ. നമുക്ക് മെഷർ ചെയ്തിട്ട് കിട്ടുന്ന വോൾട്ടേജ് ലെസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഈസ് ലെസ്. അപ്പോൾ മാഗ്നറ്റിക് ടു ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ദ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ റിക്വയർസ് എ സ്മോൾ സ്പേസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്ഡ്യൂസറിന് സ്മോൾ സ്പേസേ ആവശ്യമുള്ളൂ. ആൻഡ് ഓൾസോ ഗിവ്സ് ദ കണ്ടിന്യൂസ് സിഗ്നൽ കൺസേണിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്
എന്തുണ്ട് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. സ്ട്രെങ്ത് കൂടുകയും കുറയുകയും വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള സിഗ്നൽ അതിനനുസരിച്ചിട്ടുള്ള വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട്. അല്ലാണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഹൈ ആയാൽ മാത്രമല്ല വോൾട്ടേജ് കിട്ടുക, ലോ ആയാലോ അല്ല വോൾട്ടേജ്. ഏത് വേരിയേഷനിലും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസർ ഈസ് ഹൈലി സെൻസിറ്റീവ് ടു ദ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതെന്താണ് സെൻസിറ്റീവ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയുമ്പോൾ ഒക്കെ അതിന് വളരെ എഫക്റ്റ് ആണ് ഒരു ഹോൾ എഫക്റ്റ് എലമെന്റിന് സംഭവിക്കുന്നത്. സോ ദ കാലിബ്രേഷൻ റിക്വേഴ്സ് ഇൻ ഈച്ച് കേസ്. ഓരോ കേസിൽ നമുക്ക് കാലിബ്രേഷൻ ആവശ്യമാണ്. ഈ കാലിബ്രേഷൻ പലപ്പോഴും ഈ വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, കാലിബ്രേഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ദ ആക്ടിവിറ്റി ഓഫ് ചെക്കിംഗ് ബൈ കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റുമായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഷർമെന്റുമായിട്ട് കമ്പാരിസൺ നടത്തുന്നതാണ് ഇത് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഓരോ കേസസിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള കാലിബ്രേഷൻ നടത്തേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് വെരി ഹൈലി സെൻസിറ്റീവ് ടു ദ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ദ ഓൺലി ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ. And the next application comes in measurement of displacement. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ വരുന്ന മാറ്റങ്ങൾ അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ദി ഹോൾ എഫക്റ്റ് എലമെന്റ് മെഷേഴ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്ട്രക്ചറൽ എലമെന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രക്ചറൽ എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം മുന്നോട്ടേക്ക് നീങ്ങി ബാക്കോട്ടേക്ക് നീങ്ങി എത്രത്തോളം മൂവ്മെന്റ് അതിന് സംഭവിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഹോൾ എഫക്റ്റ് എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്താണ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? ദ ഹോൾ എഫക്റ്റ് എലമെന്റ് മെഷേഴ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സ്ട്രക്ചറൽ എലമെന്റ്. ഒരു എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ എഫക്റ്റ് എലമെന്റ് അല്ലെങ്കിൽ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫെറോ മാഗ്നറ്റിക് സ്ട്രക്ചർ വിച്ച് ഹാസ് എ പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് നമ്മൾ ഫെറോ മാഗ്നറ്റിക് ഇവിടെ ബ്ലൂ പിക്ചറിൽ അല്ലെങ്കിൽ ബ്ലൂ കളർ ചെയ്തിരിക്കുന്ന എന്താണ്? ഫെറോ മാഗ്നറ്റിക് സ്ട്രക്ചറാണ്. ആ ഫെറോ മാഗ്നറ്റിക്സിന്റെ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനൊരു പെർമനന്റ് ആയിട്ടൊരു മാഗ്നറ്റിക് എന്തുണ്ട്? എഫക്റ്റ് ഉണ്ട്. ഓക്കെ, കൺസിഡർ ദ ഫെറോ മാഗ്നറ്റിക് സ്ട്രക്ചർ വിച്ച് ഹാസ് എ പെർമനന്റ് മാഗ്നറ്റിക് സ്വഭാവമുള്ള ഒരു മെറ്റീരിയലാണ് ഫെറോ മാഗ്നറ്റിക്. ഓക്കെ, അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേസ് ചെയ്തത് ദ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് ദ പെർമനന്റ് മാഗ്നറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൻ്റെ അകത്ത് കാണാം നമ്മുടെ ഹോൾ എഫക്റ്റ് എലമെന്റ്. ദ ഹോൾ എഫക്റ്റ് എലമെന്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ദ പോൾസ്. അപ്പോൾ ഇതിന്റെ പോൾ ഉണ്ടാവുമല്ലോ, ഇത് പെർമനന്റ് ആയിട്ട് അതിനൊരു മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ പോള് ഇപ്പോൾ സൗത്ത് പോളും ഉണ്ടാവും നോർത്ത് പോളും ഉണ്ടാവും. ആ പോളിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഏത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഹോൾ എഫക്റ്റ് എലമെന്റ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, the magnetic field strength across the Hall effect element changes by changing the position of the ferromagnetic field. Okay, അപ്പോൾ ഈ ഒരു ഫെറോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്മെന്റ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും? ഇത് കുറേ ദൂരോട്ടേക്ക് പോയി അല്ലേ? ദൂരോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ വരുന്ന ചേഞ്ച് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് വളരെ കുറവായിരിക്കും. ഈ ഒരു ഫെറോ മാഗ്നറ്റിക് സ്ട്രക്ചർ നമ്മൾ കുറച്ച് ഉള്ളോട്ടേക്ക് വരികയാണ് അല്ലെങ്കിൽ കുറച്ച് അടുത്തോട്ടേക്ക് വരികയാണ്, നമ്മുടെ ഹോൾ എഫക്റ്റ് എലമെന്റിന്റെ അടുത്തോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ എത്രത്തോളം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് ഡിസ്പ്ലേസ്മെന്റിന് എടുക്കേണ്ടത്? ഇവിടെ നമ്മൾ എന്താണ് ഒരു പെർമനന്റ് മാഗ്നറ്റിക് സ്വഭാവമുള്ള അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ the Hall effect transducer placed between the poles of the permanent magnet, the magnetic field strength across the Hall effect element changes by changing the position of the ferromagnetic field. Okay. And the next application വരുന്നത് measurement of current ആണ്. കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് ഇക്വേഷൻ വൈസ്. The Hall effect transducer is also used for measuring the current without any physical connection between the conductor circuit and meter. അപ്പോൾ നമ്മുടെ ഈ കണ്ടക്ടർ സർക്യൂട്ടും മീറ്ററും ആയിട്ടൊന്നും ഒരു ഫിസിക്കൽ കണക്ഷൻ ഇല്ലാതെ നമ്മുടെ ഈ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. The AC or DC is applied across the conductor for developing the magnetic field. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടറിലൂടെ നമുക്ക് ഒന്നുകിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ടോ ഉപയോഗിക്കാവുന്നതാണ്. ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് കറണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ടിന്
ഇക്വലൻ്റ് ആയിട്ടായിരുന്നു നമ്മൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്സ് ദ EMF അക്രോസ് ദ സ്ട്രിപ്സ്. അപ്പോൾ ആ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിന് ചുറ്റുമായിട്ട് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് EMF ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്തിനായിരിക്കും, നമ്മളെ കണ്ടക്ടറിന്റെ സ്ട്രെങ്തിന് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് മെഷർമെന്റ് ഓഫ് ലാസ്റ്റ് വൺ comes the measurement of power. The Hall effect transducer is used for measuring the power of the conductor. കണ്ടക്ടറിന്റെ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യാറുണ്ട്. ദ കറണ്ട് ഈസ് അപ്ലൈഡ് അക്രോസ് ദി കണ്ടക്ടർ. കണ്ടക്ടറിന് നമ്മൾ നേരത്തെ പിക്ചറിനകത്ത് കണ്ടല്ലോ കറണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. വിച്ച് ഡെവലപ്പേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫീൽഡ്, ഫീൽഡിന്റെ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി കറണ്ട്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫീൽഡ്, ഓക്കെ, അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെ ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ദ വോൾട്ടേജ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ട്രിപ്പിന് ചുറ്റും, അല്ലെ, കണ്ടക്ടറിന് എഡ്ജസിൽ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ മൾട്ടിപ്ലയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പവർ ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അപ്പോൾ ആ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ടു ദ പവർ ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ. ദീസ് ആർ ദ മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, താങ്ക് യു.